ബാലയ്യാസ് ജനനായകൻ അല്ല മക്കളെ, ഭഗവന്ത് കേസരി അല്ല, ലെജൻഡ്. ഈ പടം ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. ഒരു രീതിയിലും കോമഡി ആയിട്ടുള്ള അനലൈസിസ് അതായത് നമ്മൾ കോമഡി ആയിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇത് പക്ക സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മണ്ണന്റെ പൊളിറ്റിക്സ് കുറെ കാണിക്കുന്ന ഒരു ടി വി കെ പാർട്ടിനെ കുറച്ച് ബൂസ്റ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ജനനായകൻ ഇറക്കിയിരിക്കുന്നത്. കുറെ എലമെന്റ്സ് അങ്ങനത്തെ രീതിയിലുണ്ടാവും. ട്രെയിലറിൽ തന്നെ ടി വി കെ ഫ്ലാഗ് പോലത്തെ ചില സിംബൽസും പിന്നെ പുള്ളിനെ MGR ആയിട്ട് കാണിക്കുന്ന ചില രംഗങ്ങൾ, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. പലരും ഇതിനെ ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണെന്നും പറഞ്ഞ് വെറുതെ കൈയും കാലിട്ട് അടിക്കുന്നുണ്ട്. റീമേക്ക് ആണെങ്കിൽ തന്നെ ഡാക്കു മഹാരാജ് ചെയ്തുകൂടെ, എന്തിനാണ് ഭഗവന്ത് കേസരി എടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെല്ലാം റോങ്, ഓൾ ആർ റോങ്. എനിക്ക് തോന്നുന്നത് ഭഗവന്ത് കേസരിനേക്കാളും കുറച്ചുകൂടി ബാലയുടെ പണ്ടത്തെ ദ ലെജൻഡ് എന്ന് പറയുന്ന ആ ഒരു പടമാണ് കിഡിലൻ റീമേക്ക് ആയിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയാം, ഇത് A-സർട്ടിഫൈഡ് പടമാണ്. ആ ടൈമിൽ, ഈ പടം ഇറങ്ങിയ ടൈമിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടം ഇതായിരുന്നു. നിങ്ങൾ ഈ പടം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, മിക്കവാറും ഫിലിമിഷക്കിന്റെ റോസ്റ്റ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ബാലയ്യയുടെ ലെജൻഡ് പടം എന്തുകൊണ്ടാണ് ഞാൻ ബാലയ്യാസ് ജനനായകൻ എന്ന് വിളിച്ചതെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇതിന്റെ കാരണം എന്താണെന്ന് അറിയോ? 2014 നമ്മുടെ ബാലയ്യ ആദ്യമായിട്ട് ഇലക്ഷന് നിൽക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് വന്ന പടമാണ് ലെജൻഡ്. അവിടുത്തെ തെലുങ്ക് പൊളിറ്റിക്സ് ഒക്കെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പടം മൊത്തം ബാലയുടെ കുറെ പ്രൊപ്പഗാൻഡാസ് അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. ആൻഡ് ഈ പടം അത് വർക്കാവേണ്ട രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. കാരണം 2014 ആ ഇലക്ഷൻ ബാലയെ ജയിച്ചു. ഇപ്പൊ 15 വർഷമായിട്ട് പുള്ളി തന്നെയാണ് അവിടെ ജയിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ലെജൻഡ് ഭയങ്കര ആർട്ടിസ്റ്റിക്, ഭയങ്കര സെറ്റപ്പ് പടമൊന്നുമല്ല. ലെജൻഡ് ബോയ്ബദിയുടെ തന്നെ സിംഹ എന്ന് പറയുന്ന പടത്തിന്റെ ഒരു റീമേക്ക് പോലെ തന്നെയാണ്. പുള്ളി ബാലയ്യനെ വെച്ചിട്ട് ആദ്യം എടുത്ത സിംഹ എന്ന് പറയുന്ന പടം അത്ര വലിയ രീതി കൂടിയില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഈ സംഭവം അടിക്കേണ്ട സ്ഥലത്തടിച്ചു, ബോക്സ് ഓഫീസ് സംഭവമായി. ബാലയുടെ ടിപ്പിക്കൽ ഡബിൾ റോള് പരിപാടി, പിന്നെ കുറെ നായികമാരായിട്ടുള്ള കുറെ കുൽസിത പരിപാടികൾ, ഇതൊക്കെ ഉള്ള സെയിം ഒരു ബാലയ്യ ടെംപ്ലേറ്റ് പടങ്ങളാണ്. ഓവർ ദ ടോപ്പ് ആക്ഷൻസ് അങ്ങനെ എല്ലാം ഉള്ള ഒരു ടിപ്പിക്കൽ ബാലയ്യ ടെംപ്ലേറ്റ് പടമാണ്. പക്ഷേ അതുവരെ കാണാത്ത ഒരു ചെറിയൊരു ഫോർമാറ്റ് മാറ്റിപ്പിടിക്കൽ നമ്മുടെ ബാലയ്യ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ തെലുങ്ക് ടിപ്പിക്കൽ മാസ് മസാല പടങ്ങളിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രൊട്ടഗോണിസ്റ്റിന് വലിയ രീതിയിലുള്ള ലോസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അങ്ങനെ മരിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതിലങ്ങനെയല്ല, ഇതിൽ വെട്ടി തള്ളിയിട്ടുണ്ട് എല്ലാവരും. അതുകൊണ്ട് തന്നെ ബാലയ്യ വരെ ഒരു ടൈമിൽ സൈഡ് ആവുമെന്ന് വരെ നമുക്ക് ചില ടൈമിൽ ഇങ്ങനെ തോന്നേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒരു ടിപ്പിക്കൽ മാസ് മസാല പടത്തിലേക്ക് പോകുമ്പോഴും സെക്കൻഡ് ഹാഫും പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുത്തൊക്കെ ഒരു ടിപ്പിക്കൽ പൊളിറ്റിക്കൽ പടമായിട്ട് ഇതിങ്ങനെ മാറുന്നുണ്ട്. ബാലയ്യയുടെ പൊളിറ്റിക്സ് എന്താണ്, കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഒരു രീതിയിൽ ഭയങ്കര സെറ്റിലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ലെജൻഡ് കഥ ആയിക്കോട്ടെ, ഭഗവന്ത് കേസരി കഥ ആയിക്കോട്ടെ, നമ്മുടെ തളപതി വിജയുടെ സ്ട്രോങ് സോൺ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴായിട്ട് ഇപ്പോൾ അണ്ണന്റെ സ്ട്രോങ് സോൺ എന്താണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. മാസ്റ്റർ, ലിയോ, ബീസ്റ്റ് ഇതൊന്നും അണ്ണന്റെ സ്ട്രോങ് സോണേ അല്ല. വിജയ് അണ്ണന്റെ ഫാൻസ് തന്നെ ഉണ്ടാവാൻ കാരണം വേട്ടക്കാരൻ, കുരുവി, ശിവകാശി, തിരുപ്പാച്ചി ഇതുപോലത്തെ തിരുമല പടങ്ങളാണ്. ലെജൻഡ് പടം എന്തുകൊണ്ടാണ് 100% അണ്ണ സോൺ എന്ന് പറഞ്ഞാൽ, പക്ക കൊമേഴ്ഷ്യൽ സംഭവങ്ങളുണ്ട്, റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട്, അനന്ത് പാസം, ഫാമിലി പാസം, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ എലമെന്റ്സ് കുത്തിക്കയറ്റാൻ പറ്റും. പോരാത്തതിന് പൊളിറ്റിക്സ് വളരെ സെറ്റപ്പായിട്ട് ആരും കാണാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത്രയും കിടിലനായിട്ടാണ് നമ്മുടെ ബാലയ്യ ലെജൻഡിൽ അത് പണി വെച്ചിരിക്കുന്നത്. അത് ആ പടം കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. സ്റ്റിൽ ഭഗവന്ത് കേസരി ഈസ് എ ഗുഡ് ചോയ്സ്. ഭഗവന്ത് കേസരി ഒരു വിജയ് അണ്ണൻ സ്ട്രോങ് സോൺ പടമാണ്. ഇടയ്ക്ക് കുറച്ച് ബാലയ്യ ലെവൽ ആക്ഷൻ സീൻസ്, ക്രിഞ്ച് കോമഡീസ് അതൊക്കെ ഒഴിച്ചാൽ ടൈം പാസ് കൊമേഴ്ഷ്യൽ പടം. പക്കാ തളപതി വിജയ്ക്ക് പറ്റിയ പോലത്തെ ഒരു മാസ് ആക്ഷൻ സ്റ്റാർ ചെയ്യേണ്ട ഒരു പടം. ആൻഡ് ഇപ്പോഴത്തെ ബാലയ്യ പടങ്ങൾക്ക് അത്യാവശ്യം ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. പണ്ടത്തെ ബാലയ്യ പടം എന്നൊക്കെ പറഞ്ഞാൽ ലുക്ക് ആയിക്കോട്ടെ, കഥ ആയിക്കോട്ടെ, കുറെ ക്രിഞ്ച് റൊമാൻസ്, അതും ചില കുൽസിതങ്ങളൊന്നും നമുക്ക് സഹിക്കാൻ പോലുമില്ല. ആ ലെവൽ അയാൾ ചെയ്തു വെക്കും. പുള്ളി കുറെ നാൾ മുമ്പ് വരെ ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു. പക്ഷെ ഇപ്പൊ വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുള്ള ആക്ടേഴ്സിൽ ഒരാളാണ് ബാലയ്യ. നിങ്ങൾ പലരും ഡാക്കു മഹാരാജ് കണ്ടിട്ട് അവസാനം അത് റീലോഡ് വീഡിയോ എടുത്ത് റോസ്റ്റ് ചെയ്തപ്പോ പുള്ളീനെ തന്നെ ഇട്ട് അലക്കിയ കാര്യം നമ്മൾക്കെല്ലാവരും പകൽ പോലെ വ്യക്തം. അത്രയും കിടിലാണ് ഇപ്പോൾ ബാലയ്യയുടെ പടങ്ങൾ. കാരണം ബാലയ്യ ഫോർമാറ്റ് മാറ്റി പിടിച്ചു തുടങ്ങി. ഇത്രയും നാൾ വന്ന പടങ്ങളിൽ ഒരു ഡൗൺ എന്ന് പറയാൻ പറ്റുന്നത് അഖണ്ഡ 2 ആയിരിക്കും. പക്ഷെ അതിൽ വരെ കുറെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ സംയുക്ത മേനോന്റെ ക്യാരക്ടർ അതിൽ വന്നിട്ട് ഇപ്പോൾ പഴയ ബാലയ്യ പടമൊക്കെ ആയിരുന്നെങ്കിൽ അയാൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ പറയാൻ പോലും പറ്റില്ല. പക്ഷെ അതൊന്നും ചെയ്യാതെ ജസ്റ്റ് ഒരു റോളായിട്ട് മാത്രം വന്നിട്ട് അധികം ഗ്ലാമറോ അതോ ഇതോ ഒന്നുമില്ലാതെ ജസ്റ്റ് ആ ഒരു റോളായിട്ട് മാത്രം ഇത് ബാലയായിട്ടുള്ള ഒരു ക്രിഞ്ച് റൊമാൻസോ അങ്ങനത്തെ പരിപാടികളോ ഒന്നുമില്ല. അതൊരു വളരെ ഇമ്പ്രൂവ്മെന്റ് ആണ് ആസ് എ ബാലയ്യ ഫിലിം. ഇനി നിങ്ങൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഭഗവന്ത് കേസരി എന്തിനാണ് റീമേക്ക് ചെയ്തത്, ഇത് ഡാക്കു മഹാരാജ് ചെയ്തുകൂടെ.
പക്ഷേ ഡാക്കു മഹാരാജ് വിജയ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം അതൊരു ടിപ്പിക്കൽ ഭാഷ ടെംപ്ലേറ്റ് പടമാണ്. അത് നമുക്ക് ഇത്രയും സെറ്റപ്പായിട്ട് തോന്നുന്നത് അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തുകൊണ്ടാണ്. അതിന്റെ ഡയറക്ഷൻ, കളറിങ്, അത് ഇത് ഇനി VFX അങ്ങനത്തെ എല്ലാ പരിപാടിയും ടോപ്പ് നോച്ചാണ്. അതിന്റെ മ്യൂസിക് എടുത്തു പറയേണ്ട സംഭവമാണ്. പോരത്തേന് ബാലയ്യ ഇതുവരെ കാണാത്ത കുറെ സംഭവങ്ങൾ, കുറെ എലമെന്റ്സ് പുള്ളി മാറ്റിയിട്ടുണ്ട്. ബാലയ്ക്ക് അതൊരു വലിയ മാറ്റമാണ്. പക്ഷേ അത് ദളപതി വിജയിലേക്ക് വരുമ്പോൾ അത് വലിയൊരു മാറ്റം സംഭവമല്ല. ഇവൻ കുറച്ച് നാൾ മുമ്പ് വരെ ലിയോ ഒരു ഭാഷ ടെംപ്ലേറ്റ് പടമാണ്. അതുപോലത്തെ ഒരു പടം പുള്ളി ചെയ്തതേ ഉള്ളൂ. പിന്നെ ഭഗവത് കേസരിയിൽ ശരിക്കും ഇന്നത്തെ കാലത്തൊക്കെ ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള ഗുഡ് ടച്ച് ബാഡ് ടച്ച് പിള്ളേരോട് പറയുന്ന ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാലയ്യ പടത്തിൽ. പോരത്തേന് ഇതിൽ ബാലയ്ക്ക് റൊമാൻറ്റിക് സീൻ എന്ന് പറയുന്ന സംഭവമില്ല, ഡുവറ്റ് സോങ് എന്ന് പറയുന്ന സംഭവമില്ല. ഈവൻ നമ്മുടെ ബാലയ്യയുടെ ലെജൻഡ് വിജയിക്കാൻ കാരണം തന്നെ ഇതുപോലത്തെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ ബാലയ്യയുടെ ക്യാരക്ടർ പറയുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും വിദേശത്തൊക്കെ ജെൻഡർ റിവീൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ജനിക്കുന്നതിനേക്കാളും മുമ്പ് കൊച്ചാണാണോ പെണ്ണാണോ എന്ന് അവർ റിവീൽ ചെയ്യും. പക്ഷേ ഈ ഒരു സംഭവം എന്തുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്നില്ല? കാരണം അത് ഇല്ലീഗലാണ്. നമ്മുടെ കേരളം വിട്ടാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതിലും നമ്മുടെ പുരുഷൻ്റെ ഒരു റേഷ്യോ ആണ് കൂടുതൽ, സ്ത്രീനേക്കാളും കൂടുതൽ. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ സ്ത്രീകൾ പുരുഷനേക്കാളും കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇതുപോലത്തെ ഈ ജെൻഡർ റിവീൽ പരിപാടികൾ, ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ പെൺകുട്ടിയാണെങ്കിൽ അബോർഷൻ ചെയ്ത് കളയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ബാലയ്യയുടെ ലെജൻഡ് പടത്തിൽ വരെ ആ ഒരു ഇഷ്യൂ റെഫർ ചെയ്ത് അതിനെതിരെ ബാലയ്യയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. സോ അതുപോലത്തെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു അത്രയും ഡീപ്പായിട്ട് അത്രയും പ്രശ്നമുള്ളൊരു സോഷ്യൽ ഇഷ്യൂവിനെ ബാലയ്യയുടെ ക്യാരക്ടറിനോട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നതായിട്ട് കാണിച്ച് ആ ക്യാരക്ടറിനെ തിരുത്തി ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസൈറ്റ് കൊടുത്തിട്ട് പോകുന്ന ഒരാളായിട്ടാണ് ബാലയ്യ. അവിടെ വളരെ ബുദ്ധി വെച്ച് കളിച്ചിട്ടൊരു പരിപാടിയാണ്. അവിടെ നമ്മുടെ ടിപ്പിക്കൽ ഒരു ബാലയ്യയുടെ വില്ലൻ എങ്ങനെയാണ് അത് ചെയ്യുന്നെങ്കിൽ നേരെ പോയിട്ടൊരു വെട്ടിട്ട് പുള്ളി വരും. പക്ഷേ ഇത് ബാലയ്യയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ് ഇങ്ങനത്തെ ചെയ്യുന്നത്. അനിയത്തിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലയ്യ ചെന്നിട്ട് 2 അടി കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അവരെ പറഞ്ഞു തിരുത്തി. ഇവൻ അടി കൊടുക്കുമ്പോൾ പോലും ആ ഒരു വലിയൊരു ആൾക്കാർ ഫുള്ള് ചുറ്റും കൂടി അവരുടെ ആ ഒരു നാട് മൊത്തം അവരെ ബാലയ്യനെ തിരിച്ചെല്ലാൻ വേണ്ടി വരും. പക്ഷേ എന്നാൽ അവർക്കൊക്കെ ഇതുപോലത്തെ ഒരു ഇൻസൈറ്റ് കൊടുത്ത് എന്താണ് കാര്യം, എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു വളരെ നല്ലൊരു സീക്വൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഈ പടത്തിൽ. അതുതന്നെയാണ് ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻസിൽ കുറച്ചെണ്ണം. ഭാര്യ വേണം, നിന്നെ കൈപിടിച്ച് നടത്താൻ സഹോദരി വേണം, നിനക്ക് ഊര് ചുറ്റാൻ ഗേൾ ഫ്രണ്ട് വേണം. പക്ഷെ പിറക്കാൻ പോകുന്ന പെൺകുഞ്ഞാണെങ്കിൽ നിനക്കതിനെ വേണ്ട, അല്ലടാ. പക്ഷേ ഈ ബാലയ്യയുടെ പടങ്ങൾ ഒന്നും അല്ലാതെ ഏത് പടമാണ് വിജയ് അണ്ണന് ഇതുപോലത്തെ റിട്ടയർമെൻറ്റിന്, അതും പുള്ളിക്കാരുടെ പൊളിറ്റിക്കൽ ആ ഒരു സംഭവം പ്രൊപ്പഗാൻഡ അതൊരു ഇത് കയറ്റാൻ പറ്റുന്ന ഒരു പടം ഏതാണ് ഏറ്റവും 100% ആപ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഭരത് ആനെ നീനു എന്ന് പറഞ്ഞാൽ മഹേഷ് ബാബുവിൻ്റെ പടം. നമ്മുടെ മുതൽവൻ പോലെ ഉള്ളൊരു പടമാണ്. ഒരു ദിവസം പുള്ളി ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊരു പുള്ളി ഞാൻ പിടിച്ച് ഒരു മിനിസ്റ്ററാക്കുകയാണ്, അതും ചീഫ് മിനിസ്റ്റർ. എന്നിട്ട് പുള്ളി ആ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ എങ്ങനെയാണ് ഈ നാട് മാറ്റുന്നതെന്നാണ്. പിന്നെ ഓഫ്കോഴ്സ് കുറേ മഹേഷ് ബാബുവിൻ്റെ പോലത്തെ ഒരു സ്റ്റാർ ചെയ്യുമ്പോൾ കുറേ കൊമേഴ്ഷ്യൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ വിജയണ്ണന് പറ്റിയ അത്രയും ആപ്റ്റായിട്ടുള്ളൊരു പടമാണ് ഭരത് ആനെ നീനു. പക്ഷേ പുള്ളി വിട്ടുപോയി, എന്തുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പുള്ളിക്ക് എങ്ങനത്തെ പടം എപ്പോൾ ചെയ്യണമെന്ന് നല്ല രീതിയിൽ ബോധ്യമുണ്ട്. പുള്ളി എന്തെങ്കിലും കാണാണ്ട് ഈ സംഭവം പിടിക്കില്ല. എന്തായാലും ജനനായകൻ വരട്ടെ, അതുവരെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടേ.